കള്ള നീച്ച നികൃഷ്ടജീവി. നിങ്ങൾ ചലം തിന്നോളി, നക്കി തിന്നോളി, വെളുപ്പിക്കാൻ പറ്റും. നമ്മൾ ഞാൻ സ്ത്രീനെ ദ്രോഹിച്ചിട്ട് പിന്നെ അതിന് കിട്ടുന്ന എച്ചിലും ചലവും ചപ്പി തിന്നി. ദിലീപിന്റെ സിനിമ ഭയം, ഭീഷണി, ബലാത്സംഗം, അതാണ് സമൂഹത്തിനെ പൊട്ടനാക്കണവർ. എങ്ങനെയാണ് പൊട്ടനാക്കുന്നത്? അതിൻ്റെ പിന്നാലെ 10,000-നും 5,000-നും റിവ്യൂ പറയാൻ കുറേ ആൾക്കാർ, ഈ കള്ളന് കഞ്ഞി വെക്കാൻ കുറേ ആൾക്കാർ, ഇവരെ വെളുപ്പിക്കാൻ കുറേ ആൾക്കാർ. ഇവർക്ക് 5,000-നും 10,000-നും വെളുപ്പിച്ചു കൊടുക്കും. ഈ ചെറിയ യൂട്യൂബ് ചാനലുകാർ, ഈ ചാനലുകാർക്ക് എന്തെങ്കിലും 10,000-15,000 കൊടുത്താൽ ഇവരങ്ങോട്ട് കടന്ന് വെളുപ്പിച്ചോളും. പക്ഷെ ഞങ്ങളൊക്കെ മനസ്സിലുണ്ട്, ഈ ചാണക്യനാണ്, ഈ ചെയ്തിട്ടുണ്ട്, ഈ കുറ്റം ചെയ്തിട്ടുണ്ട്, ഈ എൻ്റെ പൈസയും കൂടി രക്ഷപ്പെട്ടു വന്നു, അത്രേ ഉള്ളൂ. പക്ഷെ സത്യം എന്തെങ്കിലും ജയിക്കും. ഇന്ന് പരാജയപ്പെട്ടാലും ഏതൊരു സത്യത്തിനും ജയിച്ചേ പറ്റുള്ളൂ. കാലം നിങ്ങളെ കാർക്കിച്ചു തുപ്പും. ഈ 5,000-നും 10,000-നും വെളുപ്പിക്കാൻ നടക്കുന്ന ഊച്ചാളികളുണ്ടല്ലോ, നിങ്ങളെ പ്രവർത്തനം ചെയ്യും. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് വെളുപ്പിച്ചിട്ട് ഈ തീട്ടം നിങ്ങൾ നല്ലോണം ആക്കിക്കോളി. ഒരു മനുഷ്യനെ ദ്രോഹിച്ചിട്ട് പിന്നെ ആ സ്ത്രീനെ ദ്രോഹിച്ചിട്ട് പിന്നെ അതിന് കിട്ടുന്ന എച്ചിലും ചലവും ചപ്പി തിന്നി നന്നായിട്ട് അടിച്ച് കയറ്റി, ഈ തീട്ടം അടിച്ച് കയറ്റി, എന്നിട്ട് വെളുപ്പിക്കാൻ നടക്കാം. നിങ്ങൾ വെളുപ്പിച്ചാലൊന്നും വെളുക്കൂല, ഇതൊന്നും അങ്ങനെയൊന്നും വെളുക്കൂല. എടോ, ഈ ആ മോഹൻലാലിനെ വരെ അതിന് കരുവാക്കിക്കടാ. ആക്ക് അയാളെന്തോ ഒരു പൊട്ടൻ, അയാളെ ഏത് പട്ടി വിളിച്ചാലും പോകണ ഒരു പൊട്ടൻ. അയാൾക്ക് പറയാം ഇനി എനിക്ക് സ്വാധീനം കിട്ടിയ ഇനിയും അയാളെ പണ്ട് 2017 ഇരുത്തിയ പോലെ ഇരുത്തും. മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ എങ്ങനെയാണോ നിങ്ങൾ ഇരുത്തി, അതിനൊക്കെ നല്ല പേര് പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് സംസ്കാരം ഉണ്ടായിട്ടല്ല, ഇത് അങ്ങനെയൊന്നും ഇപ്പം പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ്, സംസ്കാരമുള്ള ആളൊന്നുമല്ല ഇനി. അപ്പോൾ ഒരു കള്ളന് കഞ്ഞി വെക്കണ പല ആൾക്കാരും ഉണ്ടാവും ഇവിടെ. നിങ്ങൾ ചലം തിന്നോളി, നക്കി തിന്നോളൂ, വെളുപ്പിക്കാൻ വരും, നമ്മളടുത്ത് വരും. ഇപ്പം ആ മാർട്ടിന് എന്താ ചെയ്ത്? 2ാം പ്രതിയാണ്, കുറ്റം തെളിയിക്കപ്പെട്ടോ. ഓൻ്റെ പുറത്തിറങ്ങിയ ടൈമിൽ വീഡിയോ എടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പേപ്പറിൽ വായിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് അത് ഇപ്പോൾ ഇതൊക്കെ ഇവർക്ക് ആദ്യം അറിയേ ഏത് ഈ വിധി ഇങ്ങനെ വരികയാണ്. ഈ വിധി വരുന്നതിൻ്റെ മുമ്പ് ഈ വിധി വന്നിട്ട് ഇറക്കാനുള്ള ഒരു സിനിമയാണ് ഈ ഇറക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളെ കാശും വാങ്ങിയിട്ട് ഓനക്ക് പറയാനുള്ള നുണക്കഥ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ കേട്ടോളി, ഓനക്ക് പറയാനുള്ള കാര്യം ഈ സിനിമയിൽ കൂടെ നിങ്ങളോട് നിങ്ങളുടെ കാശ് വാങ്ങിയിട്ട് പറയുക. കേട്ടോളി, എന്തൊക്കെ നോണേനെ ഓനെ പോയിട്ട് ഇയാൾ പ്രതിന്ന് പോയി പറഞ്ഞ് പിടിക്കരുത്. ഈ വമ്പനെ എറിഞ്ഞത് ഇവൻ്റെ നേരക്ക് തിരിഞ്ഞു വന്നതല്ലേ, അല്ലേ? സെൽഫ് ഗോൾ അടിച്ചതല്ലേ? വീണ്ടും അതായി മാർട്ടിനെ വെച്ച് സെൽഫ് ഗോൾ അടിച്ചു. ഇപ്പം ഇത്ര വീഡിയോ കാണാനുമില്ല, പ്രശ്നമാകും കണ്ടപ്പോൾ കാണാനുമില്ല. അപ്പോൾ ഇവൻ എങ്ങനെ വെളുപ്പിച്ചാൽ ഇവനക്ക് ഇനി ഇവൻ്റെ മുഖത്തുനിന്ന് ഈ അഭിനയം വരില്ല, കല വരില്ല. കള്ളനാണ്. മനസ്സ് നശിച്ച മനസ്സിന്ന് നല്ലൊരു ഭാവാഭിനയം എങ്ങനെ വരും? ഇനി അഭിനയിക്കേണ്ടി വരും. എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അഭിനയിക്കേണ്ടി വരും. നടന്മാർ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഇവൻ്റെ ആവശ്യം? ഇവൻ്റെ ഈ വളുപ്പം തമാശയൊക്കെ ആരാ പോണ്? ഇവൻ്റെ ഈ വളുപ്പ പുളിച്ചി തമാശ ഇവിടെ തന്നെ കുടുങ്ങിയില്ല. ഇപ്പം 2017 എവിടെ സ്റ്റെക്കായോ അവിടെ തന്നെ കുടുങ്ങിയില്ലേ, അവിടെ തന്നെ കുടുങ്ങും. ഇനി ഇവനെ ഇന്ന് രസിക്കേണ്ട കാര്യമില്ല, രസിക്കേണ്ട ആവശ്യമില്ല, രസിക്കൂല. പിന്നെ രസിക്കൂല എന്നൊക്കെ പറയണ അതൊക്കെ എൻ്റെ ഒരു ഇതാണ് കൂട്ടിയായി. നല്ല പടം വന്ന കണ്ടന്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ആളുകൾ പോകും. നല്ല പടം ഇപ്പോൾ എന്താ നസറിൻ്റെ സിനിമ ഉണ്ടോ, 100 കോടി കണ്ടന്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മളെ കണ്ടന്റ് ഉണ്ടെങ്കിൽ പടം വിജയിക്കൂല എന്നൊക്കെ പറയുന്നത് അത് കാര്യമാക്കണ്ടത്, അതൊന്നൊരു കാര്യമാക്കേണ്ട കേസല്ല. പക്ഷെ നമുക്ക് വെറുക്കാണ് ഇത്രയും ഈ 3.25 കോടി ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് ഇവ ഇപ്പോഴും നുണ പറഞ്ഞുകൊണ്ട് ഇറക്കില്ലേ. ഈ പുഴയും കടന്നു എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ശേഷം ഈ മഞ്ജു വാര്യറിനൊക്കെ കെട്ടി എന്താ കണ്ണെഴുതി പൊട്ടും തൊട്ടോ, അങ്ങനെ ഒരു അബ്ബാസിൻ്റെ ഒക്കെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ത്രീയെ അഭിനയിച്ചിട്ടില്ല. ഈ കഴിവുള്ള ഈ സ്ത്രീനെ കൊണ്ടുപോയിട്ട് കെട്ടിപ്പൂട്ടിയിട്ട് പെട്ടിയിലിട്ട് പൂട്ടി.
പൂട്ടിയിട്ട് ഇപ്പം എന്ത് ചെയ്യണം? പൂട്ടിയിട്ടിക്കാണ്. ഇടക്കൊന്ന് പോയി തുറന്നെടുത്ത് നല്ല ശുദ്ധവായു ഉണ്ടാക്കി കൊടുക്കണ്ടേ? എന്നിട്ട് ഇപ്പം നാട് നിരന്നിട്ട് അമേരിക്കയിലും അവിടെയും ഇവിടെയും പോയിട്ട് കണ്ണി കണ്ടതൊക്കെ കാട്ടുക. ഇത് നമ്മളറിയുമ്പോൾ ഇന്ന നിങ്ങൾ വെട്ടിയിലിട്ട് പൂട്ടുക, എന്നിട്ട് നിങ്ങൾ അതിനും ഇതിനും പോയിട്ട് നിങ്ങൾ കാട്ടുക. ആ വൈരാഗ്യം നിങ്ങൾ തീർക്കി. അത് വൈരാഗ്യമാണെന്ന് ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കറിയാം അത് വൈരാഗ്യമാണ്. ഇവൻ ചാണക്യനാണ്. ഇവൻ വൈരാഗ്യം തീർത്ത് ഫസ്റ്റ് വിനയൻ, പിന്നെ തിലകൻ, ഇവർക്കത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പണ്ടേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തിലകൻ്റെ ഒന്ന് ശാപൻ്റെ മേത്തുനിന്ന് പോകില്ലടങ്ങയ്യേ. ഒരു മനുഷ്യനെ കൊല്ല ചെയ്തിട്ട് വയസ്സായ സമയത്ത് ആ മനുഷ്യനെ ഇട്ട് ഇടങ്ങാറാക്കി ചിലർ അങ്ങനെയോ. നിങ്ങൾ എന്ത് കാട്ടിയാലും ചിലപ്പോൾ കണ്ണടച്ചോളണമെന്നില്ല. നിങ്ങൾ കാട്ടണതിനൊക്കെ കണ്ണടക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യാമോഹമാണ്. തന്നില്ലേ? കിട്ടിയില്ലേ? എന്നെ കാണുമ്പോൾ എണീറ്റ് നിൽക്കണം. അനക്കിഷ്ടമല്ലാത്ത സിനിമയിൽ മറ്റുള്ളവർ അഭിനയിക്കാൻ പാടില്ല. ഈ പറഞ്ഞത് നടക്കണം. എടാ അന്നേക്കാൾ ഈ പൃഥ്വിരാജിന്റെ പടം വരുമ്പോൾ കൂക്കിക്ക, അന്നേക്കാളും കൂടുതൽ ഉയരത്തിൽ ആരും വരരുത്. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഇങ്ങനെ ആവണം. ഇനി ആ ദിലീപ്, മമ്മൂട്ടി, മോഹൻലാൽ, അല്ലെങ്കിൽ ദിലീപ്, മോഹൻലാൽ, മമ്മൂട്ടി ഇങ്ങനെ ആവണം. ഇതായിരുന്നു എൻ്റെ ആവശ്യം. ഈ 2020 വിജയിച്ചതിൻ്റെ ശേഷം ഇപ്പം അങ്ങോട്ട് പൊങ്ങിയിട്ട് ആകാശത്ത് മുട്ടിയപ്പോൾ അടിത്തറ ഉണ്ടാകുന്നില്ല, താഴത്തേക്കാട് വീണു. അഹങ്കാരം. ഈ അഹങ്കാരം മനുഷ്യനെ തകർക്കും. താഴത്തേക്കിടും. നീ പൊങ്ങാൻ നിൽക്കുക. ആരപ്പം ഈ പൊങ്ങണ്? എന്നേക്കാൾ 100 ഇരട്ടി കഴിവുള്ള തെളിയിച്ചിട്ടുള്ള ആൾക്കാരപ്പം നീ പൊങ്ങൂലെന്ന് നമ്മൾ പറയില്ല. പൊങ്ങ്. കള്ള, നീച്ച, നികൃഷ്ടജീവി. നീ പൊങ്ങിയാലും എൻ്റെ പൊങ്ങണ വേണ്ട. അപ്പോൾ നിങ്ങൾ എച്ചിൽ നിന്നുള്ള ആൾക്കാർ എച്ചിൽ നിന്നിട്ട് എന്ത് ചെയ്യുക? പരമാവധി ഓനെ വെളുപ്പിക്കും. ഉള്ളിൻ്റെ ഉള്ളിലൊരു കറണ്ട്, ആ കറ പോകില്ല. ഈ വിധിനെ കുറിച്ച് ആദ്യമേ അറിയായിരുന്നു എനിക്ക്. രാമലീല സിനിമ ആ രാമലീല പുറത്ത് കറക്കരുതേന്ന്. എന്ത് ചോദിച്ചാൽ ഈ സിനിമ ഉണ്ടാക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ തിരകഥ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാന്ന് ആ സിനിമയിൽ അങ്ങനെ തന്നെയാണ്. ആ കഥ വായിച്ചപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാലോ. ഇപ്പോൾ ആ രാമലീലയിൽ പുറത്ത് വന്നാൽ മാതിരി ഇവരും പുറത്ത് വന്നു. വക്കീലന്മാർ ഒരു കാശ് വാങ്ങിന് പൈസ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഏറ്റവും വലിയ വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതിയെ സ്വാധീനിക്കാൻ കഴിയണം. അത്ര തന്നെ ഉള്ളൂ. നല്ല വക്കീലിന്, ഏറ്റവും നല്ല ശക്തരായുള്ള വക്കീലിന് ഈ നമ്മളെ ഭരണഘടനയിൽ ഇങ്ങനെയല്ല. ഇപ്പോഴും വക്കീൽ എന്നൊക്കെ പറഞ്ഞ രാജാവിൻ്റെ മാതിരി ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അല്ല, ജഡ്ജി എന്നൊക്കെ പറഞ്ഞ ഇവരൊന്നും ഈ സ്വാതന്ത്ര്യം കിട്ടിയത് പറഞ്ഞിട്ടില്ല. വിരിഞ്ഞറിയാനും പോണില്ല. സ്വാതന്ത്ര്യം കിട്ടിയ കാര്യമൊന്നും ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ജഡ്ജിമാർക്ക് മനസ്സിലായി എന്നല്ലേ പറയണേ. അല്ലെങ്കിൽ നമ്മളെ ഭരണഘടന നിയന്ത്രിക്കേണ്ട ആൾക്കാർക്ക് ഇവർക്ക് ഒരു കൂട്ടാണ്, സ്വാർത്ഥരാണ്. പൈസ കിട്ടിയവർ ആരും വഞ്ചിക്കുകയെ, സ്വന്തം കുടുംബത്തിനെയും വഞ്ചിക്കുകയെ. നമ്മൾ കണ്ടിട്ടില്ലേ? സ്വത്ത് എഴുതി കൊടുത്തില്ല, അച്ഛനെ വെട്ടിക്കൊന്നു. പിന്നെന്താ പോര്? അമ്മനെ വെട്ടിക്കൊന്നു, മകനെ ബലാത്സംഗം ചെയ്തു കൊന്നു, അല്ലെ മകളെ ബലാത്സംഗം ചെയ്തു കൊന്നു. കേൾക്കുന്നില്ലേ? അപ്പോ ഇവർക്കിപ്പോ എന്താ? പൈസ കിട്ടി എല്ലാവരും ചെയ്യും, വിട്ടുകൊടുക്കും. എന്താണ്? പൈസനോടുള്ള ആർത്തി കൂട്ടി നിൽക്കുന്ന ഇവർക്ക് ഞാനൊരു എൻ്റെ തൊള്ളയും കൊണ്ടൊരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു നുണക്ക് കൂട്ടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന സമ്പത്ത്, ഐശ്വര്യമൊക്കെ ആലോചിച്ചിട്ടാണ്. പക്ഷെ അതിനേക്കായി വലിയൊരു പ്രശ്നങ്ങൾക്കുണ്ട്. ശാപം. ഈ പൈസയും തികയില്ല അങ്ങടെ ശാപം തീരാൻ. ആ ശാപം അവിടെ കിടക്കും. ആ ശാപത്തിന് വില കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ നിങ്ങളെ മക്കളിലൂടെ വരും. അത് നിങ്ങളെ മക്കളിലായിരിക്കും. നിങ്ങൾ മരിക്കണതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് അതറിയില്ല. നിങ്ങൾ വാങ്ങുന്ന ശാപം എത്രത്തോളം മൂല്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. വാങ്ങിക്കോ, നന്നായിട്ട് വാങ്ങി നക്കി തിന്നെ, ചപ്പി തിന്നെ. മൂല്യങ്ങളെ ഉൾക്കൊള്ളാനും ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകൾ ചില്ലറ ചെലത്തിനും ഉച്ചിഷ്ടത്തിനും നിങ്ങൾ
രക്ഷിച്ചിട്ട് രക്ഷിച്ച് കാണട്ടെ. ബ, 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 ബ.